മറ്റൊരു കൺഫ്യൂഷനാണ് എപ്പോഴാണ് സൈക്യാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ ആണോ സൈക്കോളജിസ്റ്റിനെ ആണോ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സൈക്യാട്രിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് തന്നെയാണ്. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അവർ പലപ്പോഴും ഡീൽ ചെയ്യുന്നത് മെഡിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ആളുകളുടെ പല ഇഷ്യൂസ്, അവരുടെ ലൈഫിൽ പല ഇഷ്യൂസ് ഉണ്ടാവുന്നതും അവരുടെ എന്തെങ്കിലും ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് സംഭവിക്കുമ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് മേ ബി മെഡിക്കേഷൻസിൻ്റെ ആവശ്യം വന്നേക്കാം. സോ ആ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അവർ പല ഇഷ്യൂസും, അവർ മീറ്റ് ചെയ്യുന്ന പല ഇഷ്യൂസും ഡീൽ ചെയ്യേണ്ടത് മേ ബി ഈ ഒരു മെഡിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യം കൂടെ ഉണ്ടാവും. സോ അങ്ങനെയെങ്കിലാണ് നമ്മൾ സൈക്യാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യേണ്ടത്. അതല്ല, സൈക്കോളജിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ഗൈഡൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിലൂടെ ആ ആളുടെ എല്ലാ രീതിക്കുള്ള പ്രശ്നങ്ങളും, ആളുടെ ലൈഫ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, ആളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മുഴുവനായിട്ട് ചോദിച്ചറിഞ്ഞ് അതിനെ മുഴുവനായിട്ടൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ആ ആളുടെ ഉണ്ടാവുന്ന പല ഇമോഷൻസും ബിഹേവിയേഴ്സും ആറ്റിറ്റ്യൂഡ്സും തോട്ട്സും ഇതിലൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നോൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും സൈക്കോളജിസ്റ്റുകൾ. സോ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സൈക്യാട്രിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. സോ എനിവേ, താങ്ക് യു വെരി മച്ച്.